Good evening, one and all. I cordially welcome all of you to the virtual Ruby Jubilee meeting of the Kurudamannil Women's Wing. Let's make this day a big one for each one of us. We started with a few, but now we are many, not only in numbers, but also in talents and creativity. All the members of the women have an equal effort behind because only by working together can we attain on goals. So 40th anniversary wishes to all the members, which is a meaningful milestone that marks the togetherness and the like-mindedness of the women in the family. On behalf of the Kurudamannil Women's Wing, I, Dr. Elizabeth, extend a warm welcome to all of you to this event. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും എന്നാൽ മനസ്സുകൊണ്ട് ഒത്തൊരുമിച്ച് നമുക്ക് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം. A gentle reminder, please remember to mute your phone or device when you're not speaking, and kindly switch over to the screen sharing window when the photos are being shared. A day without prayer is a day without blessing, and a life without prayer is a life without power. So let's start the function with a prayer song by Ms. Ria Mary Nainan and Ms. Shreya Elsa Nainan. Hello, audible ആണല്ലേ? Yes. കേൾക്കാം. The friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Had we trials and temptations, is there trouble anywhere? We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrow share? Jesus knows our every weakness. Take it to the Lord in prayer. Are we weak and heavy laden? Come, but with a lot of care. Precious Savior, still our refuge. Take it to the Lord in prayer. Do thy friends despise, forsake thee? Take it to the Lord in prayer. And his arms will take and shield thee. Thou wilt find a solace there. Thank you, Ria and Shreya. Now, I would like to invite the young and energetic Joint Secretary of the Kurudamannil Women's Wing, Mrs. Sarah Abraham, to welcome this August online gathering. ബഹുമാന്യായ അധ്യക്ഷ, ആദരണീയരായ വിശിഷ്ടാതിഥികളെ, പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ റൂബി ജൂബിലി സൂം പ്ലാറ്റ്ഫോമിലൂടെ ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിനായി നമ്മെ ഒരുക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഇതിലേറെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ
ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ നിക്ഷിപ്ത കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെ ശുഷ്കാന്തിയോടെയും തന്മയത്വത്തോടെയും നന്നായി പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാമായ വിമൻസ് വിംഗ് പ്രസിഡന്റ് ശ്രീമതി വത്സ സൈമനെ സ്നേഹപൂർവം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെയധികം തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു സന്ദേശം നൽകുവാൻ സന്മനസ് കാട്ടിയ നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IASനെ വിമൻസ് വിങ്ങിന്റെ നാമത്തിൽ ഏറ്റവും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ലോഗോയും യൂട്യൂബ് ചാനൽ പ്രകാശനവും ചെയ്യുന്നത് നമ്മുടെ കുടുംബാംഗവും നമുക്കെല്ലാവർക്കും സുപരിചിതയുമായ അഡീഷണൽ കമ്മീഷണർ ഡയറക്ടറേറ്റ് ജനറൽ GST ഇന്റലിജൻസ് മുംബൈ സോണൽ യൂണിറ്റ് ശ്രീമതി ചിന്ത അന്ന ഐസക് IRSനെ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആശംസ അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന നമ്മുടെ കുടുംബയോഗ പ്രസിഡന്റ് റെവറൻ ഫിലിപ്പ് സൈമൺ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. വളരെ ചുറുചുറുപ്പോടെ നമ്മുടെ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ സെക്രട്ടറി ശ്രീമതി ഷീബ ജെയിംസിനെ സ്നേഹപൂർവം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിമൻസ് വിങ്ങിന്റെ കരുത്തായ അംഗങ്ങളെ അഭിമാനപൂർവം ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Sarah. Now, I invite our young and budding singer, Ms. Isha Merin Shibu, to sing a song for us. Hello, കേൾക്കാമോ? കേൾക്കാം ഇഷ, പാടിക്കും. ചിന്നനിലാവേ എന്റെ പൊന്നുനിലാവേ നിന്നെ കുന്നോളം കുന്നോളം കണ്ടു കൊതിച്ചോട്ടെ അത്തം പൂത്തല്ലോ നമ്മളും ഞാനിട്ടല്ലോ നാടാകെ പൂക്കൾ നുള്ളി പൂക്കളമിട്ടല്ലോ നെല്ലോല പാടത്ത് പുന്നാരം ചൊല്ലി ചൊല്ലി കണ്ണാരം പൊത്തു കളിക്കാൻ തുമ്പികൾ വന്നല്ലോ പൊന്നോണത്തുമ്പികൾ വന്നല്ലോ ചിന്നനിലാവേ എന്റെ പൊന്നുനിലാവേ നിന്നെ കുന്നോളം കുന്നോളം കണ്ടു കൊതിച്ചോട്ടെ മുക്കുത്തിപ്പൂവിൻ കാതൽ കിന്നാരം മൂളിപ്പാടി പാടി നടക്കും കുഞ്ഞിക്കാറ്റേ മുക്കുത്തിപ്പൂവിൻ കാതൽ കിന്നാരം മൂളിപ്പാടി പാടി നടക്കും കുഞ്ഞിക്കാറ്റേ നിന്നെ കിളികൂട്ടും ഓണപ്പൂവോ ചിന്നനിലാവും നിന്നെ കിളികൂട്ടും ഓണപ്പൂവോ ചിന്നനിലാവും ചിന്നനിലാവേ എന്റെ പൊന്നുനിലാവേ നിന്നെ കുന്നോളം കുന്നോളം കണ്ടു കൊതിച്ചോട്ടെ കുരുത്തോല പന്തലിട്ട പരനാരി വെച്ചു നിറച്ച നാട്ടുപെണ്ണിൻ പാട്ടൊരുക്കി കൂടൊരുക്കി കുരുത്തോല പന്തലിട്ട പരനായി വെച്ചു നിറച്ച നാട്ടുപെണ്ണിൻ പാട്ടൊരുക്കി കൂടൊരുക്കി നാടാകെ നാവേരി തമ്പ്രാൻ വന്നല്ലോ പൂരം കാണേണ്ടേ പൊന്നോണപ്പൂരം കാണേണ്ടേ അവരി വരി പോയി വരൂ പൊന്നോണത്തുമ്പികളേ പൂരം കാണേണ്ടേ. No, at home. She just changed. Where is the guest? ഇനം പാടിയ പാട്ടുകളെല്ലാം പൊന്നോണ പാട്ടാണേ. Of course. ഇനം പാടിയ പാട്ടുകളെല്ലാം
ഓണപ്പാട്ടാണേ ഓണപ്പാട്ടാണേ ചിന്ന നിലാവേ എന്റെ കുഞ്ഞു നിലാവേ നിന്നെ കുന്നോളം കുന്നോളം കണ്ടു കൊതിച്ചു അത്തം പുത്തല്ലോ നമ്മളൂഞ്ഞായിട്ടല്ലോ നാടാകെ പൂക്കൾ നുള്ളി പൂക്കളമിട്ടല്ലോ നെല്ലോല പാടത്ത് പുന്നാരം ചൊല്ലി ചൊല്ലി കണ്ണാരം മുത്തു കളിക്കാൻ തുമ്പികൾ വന്നല്ലോ തുമ്പികൾ വന്നല്ലോ. താങ്ക് യു. Thank you, Isha. Next, if your actions inspire others to dream more or do more and become more, you are a leader. This quote best describes our president. Now, I call upon the president of Kurudamannil Women's Wing, Mrs. Valsa Simon, to deliver the presidential address. ആദരണീയരായ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, ഗസ്റ്റ് ഓഫ് ഓണർ മിസസ് ചിന്ത അന്ന ഐസക് IRS, കുടുംബയോഗം പ്രസിഡന്റ് റവറ ഫിലിപ്പ് സൈമൺ, വൈസ് പ്രസിഡന്റ് ശ്രീ സൈമൺ ഇബ്രഹാം, സെക്രട്ടറി ശ്രീ സാം ജോസഫ്, ട്രഷറർ ശ്രീ തോമസ് കുരുടാമണ്ണിൽ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, മറ്റ് കുടുംബാംഗങ്ങളെ, വിമൻസ് വിംഗ് പ്രവർത്തകരെ, 40 വർഷങ്ങൾ പിന്നിട്ട് റൂബി ജൂബിലിയിൽ എത്തി നിൽക്കുന്ന കുരുടാമണ്ണിൽ വിമൻസ് വിംഗ് അതിന്റെ ഓർമ്മയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ കാലത്ത് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഇത്രയും പേർ ഒത്തുചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ കലണ്ടറിൽ ജൂലൈ 11 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്തെന്നാൽ 2021 ഈ ദിവസത്തിലാണ് നമ്മൾ 40 വർഷം തികച്ചത്. ഡോക്ടർ ഡെയ്സി സൈമൺ ഐക്കാട്ട് പ്രസിഡന്റായും, മിസസ് സാറാമ സൈമൺ കൈപ്പള്ളാലിങ്കൽ സെക്രട്ടറിയായും, മിസസ് ശോശാമ്മ മാത്യു കുരുടാമണ്ണിൽ പുത്തൻ വീട്ടിൽ ട്രഷററായും ആദ്യത്തെ കുടുംബയോഗത്തിന്റെ ആദ്യത്തെ വിമൻസ് വിങ്ങിന്റെ പ്രോഗ്രാം കമ്മിറ്റി രൂപീകരിച്ചു. ജൂൺ 29 ആദ്യത്തെ കമ്മിറ്റിംഗ് മീറ്റിംഗ് കൂടുന്നത്. ഡോക്ടർ ഡെയ്സി സൈമന്റെ അധ്യക്ഷതയിൽ ഈ കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയുണ്ടായി. 1981 ജൂലൈ 11 ആദ്യത്തെ മീറ്റിംഗ് തേക്കാട്ടിൽ ഡോക്ടർ സൈമന്റെ ഭവനത്തിൽ വെച്ച് നടന്നു. അന്ന് 27 പേർ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തു. തുടർന്നുള്ള മാസങ്ങളിൽ അയിരൂരുള്ള ഓരോ ഭവനങ്ങളിൽ വെച്ച് മീറ്റിംഗ് നടന്നു വന്നു. സ്ത്രീജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും പരസ്പരം സൗഹൃദം പങ്കിടുവാനും കൂടുതൽ അറിവുകൾ നേടുന്നതിനും സ്ത്രീജനങ്ങൾ സമൂഹത്തിൽ കൂടുതൽ വിലയുള്ളവരായി തീരുന്നതിനും ഈ സംഘടന സഹായിക്കും എന്ന ഉദ്ദേശത്തോടുകൂടി വിമൻസ് വിംഗ് ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചു വന്ന ഇതിന്റെ പ്രവർത്തകരെ വളരെ ബഹുമാനപൂർവം ഇപ്പോൾ സ്മരിക്കുന്നു. അവരെ ഇളം തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ വിമൻസ് വിങ്ങിന്റെ പ്രവർത്തനങ്ങളെ കാണിക്കുന്ന വേറൊരു വീഡിയോയും ഉണ്ട്. വിമൻസ് വിങ്ങിന് വേണ്ടി ഒരു പുതിയ ലോഗോയും പ്രകാശനം ചെയ്യുന്നതാണ്. കൂടാതെ വിമൻസ് വിങ്ങിന്റെ അയിരൂരിലുള്ള സീനിയർ ആക്റ്റീവ് മെമ്പേഴ്സിനെ ഈ മീറ്റിംഗിൽ വെച്ച് ആദരിക്കുന്നു. നമ്മുടെ ആദ്യകാല പ്രവർത്തകരുടെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് മുമ്പോട്ട് വന്ന വിമൻസ് വിങ് ലോക്ക്ഡൗൺ ആയതോടെ എല്ലാം മാറി മറിഞ്ഞു. നമ്മുടെ കുടുംബ ഹാളിൽ വെച്ച് നടന്നു വന്ന മീറ്റിങ്ങുകള്, ഓണം സെലിബ്രേഷൻസ് ഇതെല്ലാം നിന്നു. എന്നാൽ ഇപ്പോൾ സൂം പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ ഗൂഗിൾ മീറ്റിലൂടെയും ഒക്കെ മീറ്റിങ്ങുകൾ നടന്നു വരുന്നു.
ഇന്നത്തെ മീറ്റിങ്ങിന് നല്ല ഒരു മെസ്സേജ് കിട്ടാൻ സാധ്യതയുള്ളവരെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS കുറിച്ച് ചിന്തിച്ചു. കാരണം അവർ ഒരു ജില്ലയുടെ കളക്ടറാണ്. ജില്ലയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ്. കൂടാതെ കല, സാഹിത്യം, ഭാഷ, പ്രസംഗം, എഴുത്ത്, വായന, പാട്ട്, ഇങ്ങനെ ഇതിലെല്ലാം വളരെ താല്പര്യമുള്ള കലാതിലകമായിരുന്ന ഡോക്ടർ ദിവ്യ പഠിത്തത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലായി. സ്റ്റാൻഡേർഡ് 10ൽ 3rd റാങ്ക്, MBBS ഗോൾഡ് മെഡൽ, IRS 139ാമത്തെ റാങ്ക്, പിന്നെ IAS, ഇങ്ങനെ എല്ലാ കൊണ്ടും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ. ജില്ലയിൽ ആദ്യമായിട്ട് ചുമതലയേറ്റ ദിവസം അന്ന് അവർ പ്രഖ്യാപിച്ചു സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകുമെന്ന്. സ്ത്രീ സംഘടനകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അതിൽ വളരെ താല്പര്യവുമുള്ള നമ്മുടെ കളക്ടർ അവരുടെ കയ്യിൽ നിന്നും ഒരു മെസ്സേജ് കേൾക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. ഏതായാലും ശ്രമം പരാജയമായില്ല. വളരെ സന്തോഷത്തോടെ മെസ്സേജ് തരാമെന്ന് സമ്മതിച്ചു. മെസ്സേജിന് ഒരു IAS ഹോൾഡറിനെ കിട്ടിയപ്പോൾ പിന്നെ ചിന്തിച്ചത് നമ്മുടെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിനും നമ്മുടെ വീഡിയോ റിലീസ് ചെയ്യുന്നതിനും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു വനിതയുണ്ടല്ലോ, ഒരു IRS ഹോൾഡർ ഉണ്ടല്ലോ എന്ന് കരുതി ചിന്തയെ വിളിച്ചപ്പോൾ ചിന്ത വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ചിന്ത ഒരു IRS ഹോൾഡറാണ്, ഒരു ആർക്കിടെക്റ്റ് ആണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അപ്പോ ഇങ്ങനെ ഇന്നത്തെ മീറ്റിങ്ങിന് കിട്ടിയിരിക്കുന്ന 2 വിശിഷ്ടാതിഥികളെ, അവരുടെ അറിവുള്ള വാക്കുകളെ നമുക്ക് കേൾക്കാം. അവരുടെ സാന്നിധ്യവും വാക്കുകളും നമ്മുടെ മെമ്പേഴ്സിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അതിലൂടെ വിമൻസ് വിങ് അംഗങ്ങൾ കൂടുതൽ ആർജവമുള്ളവരായി തീരട്ടെ. വരും കാലം നമുക്ക് സുരക്ഷയുടെയും പ്രതീക്ഷയുടെയും കാലമാക്കി മനസ്സുകൊണ്ട് ഒത്തൊരുമിച്ച് നന്മയുടെയും നല്ല ആരോഗ്യത്തിന്റെയും കാലമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. താങ്ക് യു. അടുത്തതായി കുരുടാമണ്ണിൽ കുടുംബത്തിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനം മിസസ് എൽസി മാത്യു രചിച്ച് ഈണം നൽകിയിരിക്കുന്നു. മിസസ് എൽസി മാത്യുവും നിവ്യയും നദീനയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ഗാനത്തിനായി നമുക്ക് കാതോർക്കാം. കുടുംബമെന്നത് കുരുടാമണ്ണിന് കേവലം വെറുമൊരു ഭവനമല്ല, തലമുറയായി നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കടന്നു വന്ന കയ്യാല തമ്മച്ചി ഇരുപുട്ടിയപ്പച്ചനായി, പമ്പയുടരികിൽ തറവടു പണിതു വിശ്രമമെന്തെന്നറിയാതെ തുടങ്ങി വച്ചു അവരൊരു കർമ്മം, കുരുടാമണ്ണിൻ നവകർമ്മം. ജനിപ്പതവിടെ ആരു പിതാക്കൾ, 2ാം തലമുറയായി അവർ. കടന്നു വന്ന 6 രത്നങ്ങൾ 3ാം തലമുറയ്ക്കമ്മമാരായി. അടിപതറാതെ അലസതയില്ലാതവരുടെ കർമ്മം നിറവേറി. 24 പിതാക്കന്മാരാൽ 3ാം തലമുറ നിലനിന്നു. പെൺമക്കളെയും പെങ്ങന്മാരെയും ദൈവിക ധർമ്മത്തിൽ വളർത്തിവിട്ടു. കുടുംബമെന്നത് കുരുടാമണ്ണിന് കേവലം വെറുമൊരു ഭവനമല്ല, 5ാം തലമുറ ഈ രത്നങ്ങൾ കർമ്മ
കുലൂസുകരായപ്പോൾ ഒന്നായി തുടങ്ങിയ വനിതാ സംഘം വിമൻസ് വിങ് എന്നു പേരിട്ടു. വിമൻസ് വിങ്ങിന് 40ാം പിറന്നാൾ ഇന്നാണല്ലോ വാസുദിനം. അണയാത്ത ദീപം ഏൽപ്പിച്ചത് ഇന്നും ഞങ്ങൾ കാക്കുന്നു. പലമുറയായി പലയിടത്തായി 9 തലമുറകൾ അയിരൂരിൽ നിന്നും ലോകമെമ്പാടും തിളങ്ങിയാണ് കുടുംബാംഗങ്ങൾ. തറവാട്ടിൽ നിന്നും മാറിയെങ്കിലും ഒരു മനസ്സോടെ എന്നെന്നും കുടുംബ ബന്ധം പുലർത്തിയിടുന്നു. അവിടെവിടെയായാലും ഒത്തിരി വലിയ ആ കഥ പറയുവാൻ ഇത്തിരി പോലും നേരമില്ലിവിടെ. അമ്മേ അമ്മേ കയ്യാലത്തമ്മേ അമ്മേ ഞങ്ങൾ പ്രണമിക്കുന്നു. കുടുംബമെന്നത് കുരുടാമണ്ണിൽ കേവലം വെറുമൊരു ഭവനമല്ല, തലമുറയായി നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. Thank you, Elsie and team. Today, it's my privilege and joy to introduce the chief guest for the day, a very versatile personality, an IAS officer, a medical doctor, editor and author, orator, singer, and much more. One of the 50 most influential people of 2020 for her prominent role in the Break the Chain campaign. Dr. Divya S. Iyer, IAS, the 36th District Collector of Pathanamthitta District. She was of the 2014 IAS batch. She completed the Bachelor's of Medicine and Bachelor's of Surgery degree from the prestigious Christian Medical College, Vellore. She is married to Mr. Shabrinathan and is blessed with a baby boy. It is heartening to note that despite her public obligations and busy schedules, she has found some time for us, the Kurudamannil Women's Wing too. With great honor, I introduce and welcome the chief guest for the day, Dr. Divya S. Iyer. കുരുടാമണ്ണിൽ കുടുംബയോഗത്തിൻ്റെ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് ഇന്നേക്ക് 40 വർഷങ്ങൾ തികയുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെല്ലാവരും ഈ ഒരു ഓൺലൈൻ വേദിയിലൂടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു പക്ഷേ 40 വർഷങ്ങളായി നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുതന്നെ നമ്മൾ കാലത്തിനൊത്ത് മാറുന്നു, മാറ്റത്തിനൊത്ത് നാം മുന്നോട്ട് ചലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്നേക്ക് നമ്മൾ മാത്രമല്ല, ലോകമെമ്പാടും ഒരു പക്ഷേ ഒരു വിരൽത്തുമ്പിൽ എല്ലാം പിടിച്ചെടുക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സ്കൂൾ അങ്കണങ്ങളിൽ കാലുകുത്താതെ നമ്മുടെ കുഞ്ഞുങ്ങൾ 1-2 വർഷങ്ങളായി അവരവരുടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പരീക്ഷകൾ എഴുതിക്കൊണ്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് പാസ്സായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. ഇനി വരും തലമുറകൾ വളരെയധികം അതിശയോക്തിയോടുകൂടിയായിരിക്കും ഈ ഒരു കാലഘട്ടത്തെ വീക്ഷിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു പെൺകൂട്ടായ്മ എന്നുള്ള നിലയിൽ സമൂഹത്തിനും സമൂഹത്തിലുള്ള നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്കും പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ എങ്ങനെയാണ് ഒരു താങ്ങും തണലുമായി നിൽക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന് ചിന്തിക്കുകയാണ് എന്ന് ഞാൻ അറിയുന്നു.
കുട്ടികളുടെ കാര്യം എടുത്തു പറയുമ്പോൾ ഞാനും ഒരു 2.5 വയസ്സുകാരൻ്റെ അമ്മയാണ്. പുറത്തേക്ക് പോകാൻ സാധിക്കാതെ കുഞ്ഞുങ്ങൾ എന്തുമാത്രമാണ് 4 ചുമരുകൾക്കുള്ളിലിരുന്ന് വലയുന്നത് എന്നുള്ളത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽപ്പക്കത്തിലും നമ്മുടെ ബന്ധുവീടുകളിലുമൊക്കെ. എന്നാൽ ഈ ഒരു തലമുറ വളർന്നു വലുതാകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുട്ടിക്കാലമാണ് അവർക്ക് അന്യാധീനപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അവർ അതിശയോക്തിയോടുകൂടി കാണുക നമ്മുടെ കുട്ടിക്കാലമായിരിക്കും. അതുകൊണ്ട് എല്ലാം ഇരുണ്ട ഒരു കാഴ്ചപ്പാടോടുകൂടി കാണാതെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എത്രമാത്രം നല്ല വിധത്തിൽ ഒരു ബാല്യകാലം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും, എത്ര നിറമാർന്ന ഒരു ബാല്യകാല അനുഭവം അവർക്ക് വരച്ചു നൽകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും യുക്തി എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടികൾക്ക് നാം ഒരുപക്ഷെ ഒരുപാട് നിർദ്ദേശങ്ങൾ പലപ്പോഴും നൽകുന്നുണ്ടായിരിക്കും. വീടുകളിലായാലും സ്കൂളുകളിലായാലും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ധാരാളം ഉപദേശങ്ങൾ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാറുണ്ട്. ഓരോ കാര്യവും ഇരുന്ന് തുടങ്ങുന്നത് മുതൽ നടന്നു തുടങ്ങുന്നത് മുതൽ ഓരോ കാര്യത്തിനും ഇങ്ങനെ ചെയ്യുക എന്നുള്ള നിർദ്ദേശം നാം പലപ്പോഴും നൽകാറുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ധാരാളമായി അവർക്ക് ലഭിക്കാറുമുണ്ട്. നിർദ്ദേശങ്ങൾ എത്രമാത്രം ഒരു കുട്ടി അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അനുസരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും പലപ്പോഴും സ്കൂളുകളിലും കുടുംബങ്ങളിലുമൊക്കെ കുട്ടികൾ നല്ല കുട്ടികളാണോ അല്ലയോ എന്നുള്ളത് നാം തരംതിരിക്കുന്നത്. ഗുഡ് ബോയ് ആയിരിക്കുക അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആയിരിക്കുക എന്ന് പറയുമ്പോൾ, നീ ഒരു നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അധ്യാപകരായാലും മാതാപിതാക്കളായാലും ഒക്കെ അർത്ഥമാക്കുന്നത് അനുസരണശീലം എന്നുള്ളത് ഉള്ള കുട്ടിയാണോ അല്ലയോ എന്നുള്ളതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഒരു പക്ഷേ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു അടിസ്ഥാനമാണ് അത്, ഒരു അനുമാനമാണ് അത് എന്ന് ഞാൻ കരുതുന്നു. കാരണം അനുസരിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു കുട്ടിയുടെ കർത്തവ്യം എന്നുള്ളത്, മറിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്വയം ഓരോ കൃത്യങ്ങളും ഓരോ പുതിയ കാര്യങ്ങളും ഓരോ പുതിയ സാഹചര്യങ്ങളും ഓരോ പുതിയ സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ചറിയുവാനും അതൊക്കെ അവർക്ക് തന്നെ സ്വയം പഠിച്ചെടുക്കുവാനും തിരഞ്ഞെടുക്കുവാനുമുള്ള വളരെ തുറന്ന ഒരു വീട്, തുറന്ന മനസ്സോടുകൂടിയുള്ള മാതാപിതാക്കൾ ഉള്ള ഒരു കുടുംബം അവർക്ക് സംജാതമാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം. ഇപ്പോൾ ഉള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യവും അത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ധാരാളം നിർദ്ദേശങ്ങൾ നൽകി അവരുടെ ചെറിയ മനസ്സുകളെ, കുഞ്ഞു മനസ്സുകളെ ഭാരമേൽപ്പിക്കാതെ അവരുടെ ഉള്ളിലുള്ള അഭിരുചികളെ സ്വയം അറിയുവാനും സ്വയം അനാവരണം ചെയ്യുവാനും അവരുടെ സത്യങ്ങളെ തിരിച്ചറിയുവാനും അവയെ ആശ്ലേഷിക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വീടുകളിൽ അവർക്ക് സംജാതമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ. കാരണം പുറമെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അവർ സ്വതന്ത്രരായി കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറമേ നിന്നുമുള്ള നിയന്ത്രണങ്ങൾ, ഈ ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ അവർക്ക് ഒരു കാര്യമാവുകയില്ല. അത് അവരുടെ വളർച്ചയെയും വികസനത്തെയും ഒന്നും ബാധിക്കുകയും ഇല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് തീർച്ചയായിട്ടും നൽകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്പോഴും ചെറുതും വലുതുമായുള്ള തോതിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ധാരാളം സാധ്യതകൾ സമ്മാനിക്കുന്ന ഒരു ലോകം അവരുടെ മുന്നിലുണ്ട് എന്നുള്ളത് തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം, ബാല്യകാല സ്മരണകൾ നമുക്കവർക്ക് സമ്മാനിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് കളിയും ചിരിയും തമാശയും ഒക്കെ നിറഞ്ഞ വർണ്ണാഭമായിട്ടുള്ള ബാല്യകാല സ്മരണകൾ
നെയ്തെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സാധിക്കട്ടെ, അതിന് അകമ്പടി സേവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നേരുന്നു. നമസ്കാരം. ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിയുടെ കരങ്ങളിൽ ഉഴലുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ഭവനത്തിലും നാം ഓരോരുത്തരും തമ്മിലും കുട്ടികളോടും ഒന്നിച്ച് എങ്ങനെ ആയിരിക്കണം എന്ന ചിന്തകൾ പങ്കുവച്ചതിന് ഏറെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ ഓൾ യുവർ എൻഡ്യൂവേഴ്സ്. താങ്ക് യു. Next, I call upon Dr. Rachel John, Assistant Professor, Department of English, St. Joseph's College, Devagiri, for the introduction of the guest of honor. Over to Dr. Rachel John. Thank you, Tintu. It's a great privilege for me to introduce a guest of honor. This is Chinda Anna Isaac, who's none other than my one and only co-sister, my Aniti. Chinda is an architect. She completed her B.Arch from College of Engineering, Trivandrum, with university rank. Civil service has been her passion from childhood, and she cleared civil service examination in her first attempt. She's a 2005 IRS batch officer who won the Kaushalya Narayan Memorial Gold Medal for being the best lady probationary officer of her batch. Currently, she is the Additional Commissioner, Directorate General, GST Intelligence, Mumbai. Simple and generous at heart, Chinda is a family woman. Those who know her intimately would agree with this fact that she gives prime importance to her family. She's a voracious reader, a good debater, and loves playing tennis. Both of us, me and Chinda, have something strikingly common. Both of us are brought to this Kurudamannil family. We remember with gratitude our Appa, Airurappa, and Amma for having brought us to this family. Chinda is married to Philip Kuncharia of Kaipalidathil, our dear Anup, and they are blessed with 2 sons. The humble beginnings, which commenced as get-together in 1980s, has grown. It is growing and now is going global, cutting across the boundaries. It's growing and going global. For all those who have imbibed the spirit of Kurudamannil, this is a proud moment to cherish. And this is rubious. May we have your honors, dear Chinda, to launch the logo of Women's Wing YouTube channel and address the gathering. Thank you, Raichu Chechi. It's an honor to get an introduction from you. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമതി ദിവ്യ എസ് അയ്യർ, ബഹുമാനപ്പെട്ട കുരുടാമണ്ണിൽ വിമൻസ് വിംഗ് പ്രസിഡന്റ് ശ്രീമതി വത്സ സൈമൺ, കുരുടാമണ്ണിൽ കുടുംബയോഗം പ്രസിഡന്റ് റെവറൻ ഫിലിപ്പ് സൈമൺ അച്ഛൻ, മറ്റ് ഭാരവാഹികൾ, എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾ. കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ ഈ റൂബി ജൂബിലി സമ്മേളനത്തിൽ, ഈ വെർച്വൽ സമ്മേളനത്തിൽ ഈ സദസ്സിനെ സംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിന് എനിക്കൊരു അവസരം ഒരുക്കി തന്ന കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ പ്രസിഡന്റ് വത്സാന്റി, മറ്റു ഭാരവാഹികളോടുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ കുടുംബം, കുരുടാമണ്ണിൽ കുടുംബം, മധ്യ തിരുവിതാംകൂറിലെ പുരാതനവും പ്രൗഢവും സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പലരുടെയും മൂല കുടുംബമാണ്. 1981 കുരുടാമണ്ണിൽ കുടുംബത്തിന് ഒരു വിമൻസ് വിങ് വേണമെന്ന ഒരു ആശയം ഉടലെടുക്കുകയും അത് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ 40 വർഷങ്ങളായി പലവിധ മേഖലകളിൽ, സ്ത്രീകൾക്ക് താല്പര്യമുള്ള പലവിധ മേഖലകളിൽ സോഷ്യൽ വർക്കിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ വിമൻസ് വിങ്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അതിലുപരി ഈ മഹത്തായ കുടുംബത്തിന്റെ ഒരു മരുമകളാകാനും മകളാകാൻ കഴിഞ്ഞതിലും ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു.
So ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ദിവ്യ പറഞ്ഞത് പേരന്റിങ്ങിനെ പറ്റിയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് the role of women in family life, especially in a COVID era എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും പ്രീ കോവിഡ് ലോകവും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. We are living in complex times. We are living in ambiguous times. We are living in uncertain times. ഇതിനൊരു വേർഡ് തന്നെയുണ്ട്. There is a word. It is called VUCA word. Volatile, uncertain, complex and ambiguous. എന്ന് പറഞ്ഞാൽ നാം വളരെ സങ്കീർണവും അനിശ്ചിതത്വവും അവ്യക്തവുമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. Many a times this world outside is very depressing also. So when we encounter the outside world, which is complex, which is depressing, which is uncertain, which is ambiguous, it becomes all the more important that in our immediate family, in the immediate family life that we encounter, becomes certain, stable, and clear. And most important, it becomes happy. If it is depressing outside, it becomes all the more important that we make a family happy. So to make a family happy, the most important role, the most important part is that the women of the family should be happy. We all know if the home minister of the family is happy, if the lady of the family is happy, everyone, including the head of the family, will naturally get a happy attitude. This happiness, what I'm talking about, is definitely a choice. It is not something that is related to outside people, outside circumstances. I definitely believe that happiness can be a choice. You can choose to be happy. It is a skill which has to be learned. I think Abraham Lincoln has aptly summarized it. Abraham Lincoln said, most people are about as happy as they make their minds to be. So I exhort all women in a family that please make up your minds to try and be happy as much as possible. However dire your circumstances be, there will be some silver lining somewhere. And I think we as parents will be doing a big favor for our children if we are able to instill in them a happy, cheerful attitude, apart from all the other general, spiritual, and the extracurricular activities that we make them do. By happiness, what I mean to say is that happiness is something which is within you. It is a way of life. It is a way of thinking. It is closely linked with the concept of contentment also. Samtripti. Samtriptim santosham valare closely interlinked aanu. If you do not have the principles of contentment within you, irrespective of the accolades, awards, and the possessions you have, you will not remain happy. In fact, happiness cannot be bought. Indeed, money has little to do with it. I think Marcus Aurelius said that it takes very little to make one happy. You basically have to try and find happiness within your soul, within yourself. It has to be inborn. It has to, but the fact of the matter is you can learn it. It is an acquired skill. So at this juncture, I would give a few tips from my experience of how to remain happy. The most happiest people are not the one who are facing the best of times across. Even the people with the richest wealth in the world might be unhappy. So the tips to remain happy is count your blessings. There might be some silver lining somewhere, however dark the situation outside is, isn't it? Be positive, look at the positives in your life. And the most important thing, especially in this time of COVID, when avenues of social interaction have become so less, is that we should find something to do. It is irrespective of whether you're a working woman or you're at home. A working woman might think, I'm going to work, I'm doing work outside work, so what more is there to do? But no, it is not that. We might be doing the same thing day in and again. We might be falling in a rut. An idle mind is a wretched mind. It is very important that all of us try and reinvent ourselves every day. Let us try and do something new. If we are good in cooking, let us make a YouTube video and post it. Kurudamannil Women's Wing had done a big initiative by hosting a YouTube channel. If you are good in talking, if you have some good messages to give to our children, please do record it and share it. That will also be a very good initiative. And most important of all, be kind to others. Treat others well. We don't know what the other person is going through.
The world outside is so uncertain. So it is up to us to try and be kind to others. So on this note, let me conclude by saying we should not let our life stagnate. We should let the currents be moving. And the Kurudamannil Women's Wing knows exactly what I'm saying. They did not let themselves be stagnant even in this COVID era. They have made a new logo for themselves and also a new YouTube channel. With all your permission, I would like to unveil the Kurudamannil Women's Wing new logo and also inaugurate the YouTube channel. Now, since all of you have seen the logo, it's very nice, isn't it? It has come out very well. Now, I would like to inaugurate the YouTube channel. It has 2 videos. Please, everyone, do go and have a look. We would like maximum views. And once again, I would like to congratulate the office bearers of the Kurudamannil Women's Wing to have conceptualized such a novel initiative. And thank you once again for giving me this opportunity. I'm honored once again to be part of this family. Thank you all. Thank you, Chinta. The videos are uploaded in the YouTube channel. Please visit the channel, watch the videos, like and subscribe. Thank you. Rachel, unmute yourself. For all those who came to Kurudamannil family as daughters-in-law, in course of time became daughters, sisters, mothers. Kurudamannil soon became our identity. If Kurudamannil is our identity, Women's Wing is our emotion. Women's Wing, which gathered in early 1980s and from then on, were an avenue for women of the family to release a creative energy, a haven for women for bonding, which strengthened the familial ties. Even during pandemic, the Women's Wing extended its hands to the society to help the poor and needy. Irrespective of gender and age, it has received patronage from the family. The Women's Wing has enjoyed rich patronage of both men and children, which has stimulated the growth of Women's Wing. The previous meetings were recorded meticulously. The minutes of the previous meetings recorded meticulously, were preserved, maintained, and handed down to generations. Hats off to the presidents and secretaries and every member from 1981 to 2001. For every member has been a legend of their times. Pandemic has shook us, but has never staled our spirits. And as we celebrate today, as we celebrate Ruby Jubilee celebrations, we are honoring 4 active members, 4 active senior members of IDU with Ponnada. Mrs. Annamma Cherian of Kurumbelalungal, Mrs. Mariamma Matthew Kantapallil, Mrs. Kunyama Epen Kurumbelalungal, and Mrs. Lily Koshi Kaipallil.
We are all grateful and blessed that we are part of this family, and we hope that we'll all grow together. Well, what we see before our eyes is Ruby Jubilee celebration. This has been collective effort of our president, Valsa Simon, whom we fondly call Valsanti, and her team. Commemorating 40 years, Valsanti wanted our creative writer, Mrs. Sheena Thomas, to pen her emotions on women's wing. And she has written a beautiful poem on women's wing, which needs to be heard. And listen to the poem recital by our Nightingale daughter, Dr. Tintu Elizabeth Rajiv. La 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 la. ഇളം തെന്നൽ തഴുകി ഒഴുകും പമ്പാ നദി തീരത്ത്, ഇളം തെന്നൽ തഴുകി ഒഴുകും പമ്പാ നദി തീരത്ത്, കുരുടാമണ്ണിൻ കുടുംബത്തിന് അഭിമാനമാകും വിമൻസ് വിങ്. കാലങ്ങളേറെ താണ്ടി റൂബി ജൂബിലി നിറവിലായി, പിന്നിട്ട പാതയിലെല്ലാം എല്ലാം കൈകോർത്തു നിന്നവരൊന്നായി. ഇളം തെന്നൽ തഴുകി ഒഴുകും പമ്പാ നദി തീരത്ത്, കുരുടാമണ്ണിൻ കുടുംബത്തിൻ അഭിമാനമാകും വിമൻസ് വിങ്. മാസങ്ങൾ തോറും ഒന്നിച്ചവർ അറിവും ആഹ്ലാദവും പങ്കിട്ടപ്പോൾ, പാചകം, കൈത്തൊഴിൽ, ആരോഗ്യശീലങ്ങൾ, എത്ര സുന്ദരം മതപഠനം, ഉല്ലാസയാത്രകൾ, ഉത്സവം പോൽ ക്രിസ്മസിൻ ശാന്ത സംഗീതവുമായി, പൂക്കളും പാട്ടും കളിയും സദ്യയുമായി, ഓണത്തിൻ പൂവിളി പാടി നമ്മൾ, സാഹോദര്യം വിളിച്ചോതി നമ്മൾ. ഇളം തെന്നൽ തഴുകി ഒഴുകും പമ്പാ നദി തീരത്ത്, കുരുടാമണ്ണിൻ കുടുംബത്തിൻ്റെ അഭിമാനമാകും വിമൻസ് വിങ്. കാരുണ്യം തേടും സഹചരെ നാം കരുതുവാൻ തണലായി കൂടെ നിന്നു. കോവിഡ് മഹാമാരി നമ്മളെ നാളുകൾ അകലത്തിൽ മാറ്റി നിർത്തിയപ്പോൾ, സൂം എന്ന പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചൊന്നായി മുന്നേറി വീഴ്ചകൾ കൂടാതെന്നും. ജഗദീശ നൽകണേ നിൻ കരതാരുകൾ, കാത്തുപാലിക്കണേ എന്നുമെന്നും ഈ വിമൻസ് വിങ്ങിനെ എന്നുമെന്നും. ഇളം തെന്നൽ തഴുകി ഒഴുകും പമ്പാ നദി തീരത്ത്, കുരുടാമണ്ണിൻ കുടുംബത്തിൻ അഭിമാനമാകും വിമൻസ് വിങ്. കാലങ്ങളേറെ താണ്ടി റൂബി ജൂബിലി നിറവിലായി, പിന്നിട്ട പാതയിലെല്ലാം എല്ലാം കൈകോർത്തു നിന്നവരൊന്നായി. ഇളം തെന്നൽ തഴുകി ഒഴുകും പമ്പാ നദി തീരത്ത്, കുരുടാമണ്ണിൻ കുടുംബത്തിൻ്റെ അഭിമാനമാകും വിമൻസ് വിങ്. Thank you, Tintu and Sheena Chechi. Thank you so much. It was so beautiful. അടുത്തതായി കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ കൈത്താങ്ങും തന്നുകൊണ്ടിരിക്കുന്ന കുരുടാമണ്ണിൽ കുടുംബയോഗം പ്രസിഡന്റ് റെവറൻഡ് ഫിലിപ്പ് സൈമണെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ പ്രസിഡന്റ്
മത്സവച്ചമ്മ, വിമൻസ് വിങ്ങിൻ്റെ മറ്റ് ഭാരവാഹികൾ, ഈ സൂം മീറ്റിങ്ങിൽ ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. റൂബി ജൂബിലി ആഘോഷിക്കുന്ന കുരുടാമണ്ണിൽ കുടുംബയോഗം വിമൻസ് വിങ്ങിൻ്റെ ഈ ആഘോഷത്തിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ ലോഗോ ഇനോഗ്രേറ്റ് ചെയ്യുകയും യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയും വളരെ പ്രധാനപ്പെട്ട നടപടികൾ ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന ഈ നല്ല സായം സന്ധ്യയിൽ മുഖ്യാതിഥികളായി വന്നിരിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായ വനിതാ രത്നങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനും സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയാവുന്നതും ആയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറഞ്ഞു, സ്കെയിൽ ഓഫ് ഐഡിയൽ ഡെവലപ്മെന്റ് ഇൻ എനി ഗിവൺ സൊസൈറ്റി ഈസ് ടു ബി മെഷേർഡ് ഇൻ ദ സ്കെയിൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദെയർ വിമൻ. ഏതൊരു സമൂഹത്തിലെയും മാതൃകാപരമായ വികസനത്തിൻ്റെ അളവുകോൽ എന്നത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ വികസനം അളന്നു നോക്കുന്നതിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ ഈ റൂബി ജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥികളായി വന്നിരിക്കുന്ന ബഹുമാന്യരായ വനിതകളും ഇത്ര മനോഹരവും പ്രൗഢവുമായ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച വിമൻസ് വിങ്ങിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അതിൻ്റെ ടീം മെമ്പേഴ്സും, നിങ്ങൾ ഇന്ന് കുടുംബത്തിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ധീരവും പ്രൗഢവുമായി മോഡൽ കാണുമ്പോൾ ഒരു സംശയം ആവശ്യമില്ല. ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ കുടുംബത്തിൻ്റെ വികസനം, അതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ സ്ത്രീകളുടെ, വനിതാ രത്നങ്ങളുടെ വികസനമാണ്. അത് സാധ്യതമായിട്ടുണ്ട്. ഒരുപക്ഷെ കുരുടാമണ്ണിൽ കുടുംബയോഗത്തെ കൊണ്ടുപോലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് മനോഹരമായി ചിട്ടയായി സംഘടിപ്പിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ അതത്ര മനോഹരമായി ഒരു വെല്ലുവിളിക്കുന്ന ഒരു മാതൃകയായി, വളരെ മനോഹരമായ മാതൃകയായി നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അറിയാം, കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നിങ്ങൾ അഗ്രഗണ്യരാണ്. ആർക്കും രണ്ടാമതല്ല നിങ്ങൾ. അതിൽ അതിശയിക്കാനില്ല. കാരണം ഈ കുടുംബത്തിൻ്റെ എല്ലാ നന്മയുടെയും ഇതിൻ്റെ എല്ലാ വളർച്ചയുടെയും പിന്നിലെ ഒരു ശക്തി ഒരു വനിതാ രത്നമാണ്, കയ്യാലത്ത് ഇളച്ചാരമ്മ അമ്മച്ചി. ആ അമ്മച്ചിയുടെ തക്ക സമയത്തുണ്ടായിരുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ ഭരണകർത്താക്കളുടെ ക്രൂരമായ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടെയുള്ള, വർഗീയ ബുദ്ധിയോടുകൂടെയുള്ള ആ എതിർപ്പിൻ്റെ മധ്യത്തിൽ കുരുടാമണ്ണിൽ കുടുംബം ചരിത്രത്തിൽ അറിയപ്പെടാത്ത ഒരു സാധു കുടുംബമായിട്ട് അന്നൊരു പക്ഷെ തകർന്നു പോകുമായിരുന്നു. കയ്യാലാത്ത് ഇളച്ചാരമ്മ അമ്മച്ചി തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയും തൻ്റെ ആൺമക്കളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തക്ക സമയത്ത് എന്ത് ചെയ്യണം എന്ന് പ്രസൻസ് ഓഫ് മൈൻഡ്, മനസ്സാന്നിധ്യം കൈവിടാതെ, പകച്ചു പോകാതെ, ജീവിത സാഹചര്യങ്ങളെ ഭയന്ന് നോക്കി നിൽക്കാതെ ചെയ്യാൻ കരണീയമായത് എന്താണോ അത് തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. അങ്ങനെയുള്ള ധീരമായ മാതൃക വീണ്ടും കുരുടാമണ്ണിൽ വിമൻസ് വിങ് ഈ കോവിഡ് പാൻഡമിക് കാലത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ, കുടുംബയോഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും. കുരുടാമണ്ണിൽ കുടുംബയോഗത്തിൻ്റെ പുരുഷന്മാരുടെ ഒരു മീറ്റിംഗ്, ഒരു പ്രോജക്റ്റ് സംഘടിപ്പിക്കുന്നതിലെ വൈഷമ്യം, ഒരു കാര്യം നടത്തിയെടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് സംഘടനകളും, കുടുംബയോഗത്തിൻ്റെ ഒരു പോഷക സംഘടനയാണ് വിമൻസ് വിങ് എങ്കിൽ പോലും കെട്ടുറപ്പിലും ക്രിയേറ്റീവ് തിങ്കിങ്ങിലും ഇംപ്ലിമെന്റേഷനിൽ, സഹകരണത്തിൽ, പരസ്പര ബഹുമാനത്തിൽ ഇതിൻ്റെ മാതൃസംഘടന എന്ന് വിളിക്കാവുന്ന കുരുടാമണ്ണിൽ കുടുംബയോഗത്തിന് നിങ്ങൾ ഏറ്റവും ആദരണീയമായ ഒരു മാതൃകയും ഒരു ചലഞ്ചുമാണ്. നിങ്ങളെ വീണ്ടും അഭിനന്ദിക്കുന്നു. കുടുംബയോഗത്തിൻ്റെ അംഗങ്ങളായ
കുടുംബത്തിലെ പുരുഷ അംഗങ്ങൾക്ക് ഈ വിമൻസ് വിങ്ങിൻ്റെ ഐകമത്യം, പരസ്പര ബഹുമാനം, ഈ ക്രിയേറ്റീവ് തിങ്കിങ്, ദ പവർ ടു ഇംപ്ലിമെന്റ് ടുഗെദർ, ഇതെല്ലാം ഒന്ന് കണ്ടു പഠിക്കാനായിട്ട് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കാലത്തും ദബോറായെ എഴുന്നേൽപ്പിച്ച ദൈവം ഈ കാലത്തെ ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു ഉണർവിനും ശാക്തീകരണത്തിനുമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് വിമൻസ് വിങ്ങിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഞാനതിൽ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. രണ്ടാമത് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചത്, അസറ്റ്സ് ആർ ഇമ്മെറ്റീരിയൽ ഫോർ എനി ഡെവലപ്മെന്റ്, എനി പ്രോജക്റ്റ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ദ കമ്മ്യൂണിറ്റി. വളരെ പ്രയോജനകരമായ, സമൂഹത്തിന് ഗുണമുള്ള ഒരു പ്രോജക്റ്റ്, പദ്ധതി ആവിഷ്കരിച്ച് ചെയ്യുന്നതിന് വലിയ അസറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഇന്ന് നമ്മളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ മനോഹരമായ വീടുകളുടെ ബ്യൂട്ടിഫുൾ ആംബിയൻസ്, ഇത് വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഹോൾ ആവശ്യമില്ല, മൈക്ക് സിസ്റ്റം വേറെ ആവശ്യമില്ല, ചിലവേറിയ മറ്റ് അനുധാരികളൊന്നും തന്നെ ആവശ്യമില്ലാതെ തന്നെ ഇത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും, ഇത്ര ഫാർ റീച്ചിങ് ആയിട്ടും, ഇത്ര മനോഹരമായിട്ടും ഈ റൂബി ജൂബിലി ആഘോഷം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. ഇതൊരു നല്ല മാതൃകയാണ്. ഈ രീതിയിൽ കളക്റ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ദി അബിലിറ്റി ടു ഇംപ്ലിമെന്റ് ടുഗെദർ, ഈ ഒരു നല്ല ഒരു മാതൃക. അസറ്റ്സ് ആർ ഇമ്മെറ്റീരിയൽ ഫോർ ടുഡേ ടു ഇംപ്ലിമെന്റ് എനി ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, എനി ക്രിയേറ്റീവ് പ്രോജക്റ്റ് ഇൻ അവർ ഫാമിലി. ദൈവം ഈ നല്ല മാതൃക നമുക്ക് പൊതുവെ ഏറ്റെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, എല്ലാ മനുഷ്യരുടെയും പ്രാഥമികമായ അധ്യാപന ജോലി അത് തുടങ്ങി തന്നത് അമ്മമാരാണ്. ഏത് മനുഷ്യൻ്റെയും ഫോർമേറ്റീവ് ഡേയ്സ് ഉണ്ട്, ആദ്യത്തെ ചില മാസങ്ങൾ, ഇൻഫൻസി പീരീഡ്. അന്നേരം ജീവിക്കാനുള്ള ബേസിക് ലൈഫ് സ്കിൽസ്, ദി എബിലിറ്റി ടു സർവൈവ്, ദി എബിലിറ്റി ടു ലവ്, ടു ലിവ്, ഇതെല്ലാം മനുഷ്യരെല്ലാവരും തന്നെ പഠിച്ചിരിക്കുന്നത് അമ്മമാരിൽ നിന്നാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. അപ്പോൾ മാതൃത്വത്തിൻ്റെ ടീച്ചിങ് എബിലിറ്റിയെ കുറിച്ച് മറ്റൊരാളിൽ നിന്നും ഇനി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും നല്ല അധ്യാപിക, ഏറ്റവും നല്ല ഗുരു ഒരു മനുഷ്യൻ്റെ ജീവിത ആരംഭത്തിൽ അയാളുടെ അവളുടെ അമ്മയാണ്. അപ്പോൾ ഈ കുരുടാമണ്ണിൽ കുടുംബയോഗത്തിന് ഈ ട്രൈയിങ് ടൈംസ്, ഈ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പഠിക്കുന്നതിന്, ലൈഫ് സ്കിൽസ് സർവൈവ് ചെയ്യുന്നതിന് പഠിക്കുന്നതിന് വിമൻസ് വിങ്, കുടുംബത്തിലെ അമ്മമാർ ഒരു നല്ല മാതൃക കാണിച്ചിരിക്കുകയാണ്. കുടുംബമായി നമുക്ക് ഈ നല്ല മാതൃകയിലേക്ക് തിരിയാം. ദൈവം കുരുടാമണ്ണിൽ കുടുംബയോഗത്തിൻ്റെ വിമൻസ് വിങ്ങിനെ നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുകയും അതിന് നേതൃത്വം ഇപ്പോൾ കൊടുക്കുന്ന വത്സകൊച്ചുമയും ഇതിനു മുമ്പ് അതിൻ്റെ പ്രാരംഭ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഏവർക്കും അവരുടെ ഓർമ്മകളെ അനുഗ്രഹിക്കുകയും ഇപ്പോഴത്തെ നേതൃത്വത്തെ പ്രഗത്ഭമായി മുൻപോട്ട് ഈ കുടുംബത്തെ നയിക്കുവാനുള്ള മാതൃകകളായി തീരുവാൻ നിങ്ങളിലൂടെ ഇടയാകട്ടെ, ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാ ഇതിൻ്റെ മുഖ്യാതിഥികളോടും ഇതിൻ്റെ സംഘാടകരോടും ഈ അവസരം തന്ന വിമൻസ് വിങ് കമ്മിറ്റി ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് കുരുടാമണ്ണിൽ കുടുംബയോഗത്തിന് വേണ്ടി ഈ ആശംസകൾ അർപ്പിക്കുകയും ദീർഘനാൾ ശ്രേഷ്ഠമായി തുടരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achan, for your encouraging and inspiring words to us. Next, we have a surprise item for you. On the occasion of our Ruby Jubilee, we have a song by Ruby, Mrs. Ruby Ikat. Ruby at Ruby. Here she is. Good evening to all my family members. Today I'll be singing a very small Hindi song, part of the Hindi song.
घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती हो खिड़की में आई नजर। घर से निकलती ही मासूम चेहरा नीचे निगाहें भोली सी लड़की भोली अदाएं ना अप्सरा है ना वो परी है लेकिन ये उसकी जादूगरी है। दीवाना कर दे वो घर से निकलते നമുക്കല്ല അവക്ക് उसका घर। करता हुआ सके घर के नखरे हंसने लगे हैं अब दोस्त मेरे। सच कह रहा हूँ उसकी कसम है मैं फिर भी खुश हूँ बस एक दम है जिसे प्यार करता हूँ मैं जिस पे मरता हूँ उसको नहीं है खबर। घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। Thank you very much. Thank you so much, Ruby, for this beautiful rendition. Now, I call upon the meticulous coordinator and guide of this program, the Secretary of Kurudamannil Women's Wing, Mrs. Sheba James, to propose the vote of thanks. ബഹുമാന്യായ അധ്യക്ഷ, ആദരണീയരായ വിശിഷ്ടാതിഥികളെ, ഈ സൂം പ്ലാറ്റ്ഫോമുകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരായ ഏവരുമേ, നിങ്ങൾക്കെന്റെ നമസ്കാരം.
കുരുടാമണ്ണിൽ കുടുംബത്തിന്റെ പോഷക സംഘടനകളിൽ ഒന്നാണല്ലോ വിമൻസ് വിങ്. ഇന്ന് അതിന്റെ റുബി ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം നാം നിർവഹിച്ചു. വിമൻസ് വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. മാറ്റങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പൂർവികർ അനുവർത്തിച്ചു പോന്ന നല്ല മാതൃകകളും മൂല്യങ്ങളെയും പിൻപറ്റി അതിൻ്റെതായ പ്രൗഢിയും അന്തസ്സത്തെയും ആഢ്യത്വവും നിലനിർത്തി ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായ യാഥാർത്ഥ്യം തന്നെയാണ്. വരും തലമുറയ്ക്ക് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നയോളം നടത്തിയ പരമകാരുണ്യനായ സർവേശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് കുരുടാമണ്ണിൽ വിമൻസ് വിങ് പ്രസിഡന്റ് ശ്രീമതി വത്സ സൈമൺ ആണ്. വളരെ ഊർജ്ജസ്വലമായി എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന വളരെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീമതി വത്സ സൈമണെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ദിവ്യ സയ്യർ IAS, പത്തനംതിട്ട ജില്ലാ കളക്ടർ. ഒരു ബഹുമുഖ പ്രതിഭയാണ്. നമ്മുടെ നിരവധി ഉത്തരവാദിത്വങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ഇൻഫോർമേറ്റീവായ നല്ല മെസ്സേജ് നൽകി, അതായത് നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ നമ്മളെ ആരോഗ്യപരമായി എങ്ങനെ വളർത്താം, അത് സ്ത്രീകളുടെ റോളാണ് അതിനകത്ത് പ്രധാനം. അതാണ് നമ്മളെ ഊന്നി പറഞ്ഞത്. ഇങ്ങനെ ഒരു നല്ല മെസ്സേജ് നൽകി ഡോക്ടർ ദിവ്യ സയ്യർ IASന് കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ പേരുള്ള നന്ദി ആദരപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ മുഖ്യ അതിഥിയും നമ്മുടെ കുടുംബാംഗവുമായ ശ്രീമതി ചിന്ത അന്ന ഐസക് IRS, അഡീഷണൽ കമ്മീഷൻ ഓഫ് GST ഇന്റലിജൻസ് മുംബൈ. റൂബി ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ലോഗോയുടെ ഉദ്ഘാടനവും പ്രകാശനവും വീഡിയോ ക്ലിപ്പിന്റെ യൂട്യൂബ് ചാനലിലെ ഉദ്ഘാടനവും നിർവഹിച്ച് അതോടൊപ്പം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചിന്തോദ്ദീപകമായ ഒരു സന്ദേശം നൽകുകയുണ്ടായി. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ സങ്കീർണമായ സാഹചര്യങ്ങളിൽ നാം ഒരു കുടുംബമായിട്ട് എങ്ങനെ സന്തോഷത്തോടെ കഴിയാം, അതിനുള്ള നമ്മുടെ മൈൻഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബി പോസിറ്റീവായി അതിനെ കരുതണം എന്നൊരു നല്ല ആശയം നൽകി ശ്രീമതി ചിന്ത അന്ന ഐസക് IRSനോടുള്ള സ്നേഹം, കുരുടാമണ്ണിൽ വിമൻസ് വിങ്ങിന്റെ പേരിലുള്ള നന്ദി, സ്നേഹ പുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് നമുക്ക് ഇന്ന് നമ്മുടെ കുരുടാമണ്ണിൽ കുടുംബയോഗ പ്രസിഡന്റ് റവൻ ഫിലിപ്പ് സൈമൺ അച്ഛൻ നല്ലൊരു ആശംസ നമുക്ക് നൽകി ആദരണീയനായ റവൻ ഫിലിപ്പ് സൈമൺ അച്ഛന് ആദരപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ കുടുംബയോഗ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, നമ്മുടെ വിമൻസ് വിങ് മുൻ പ്രസിഡന്റുമാർ, പ്രവർത്തകർ, ഏവരോടുമുള്ള നന്ദി വളരെ ബഹുമാനത്തോടെ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇതിപ്പോ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ. ആ വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീമതി സെറീന എലിസബത്ത് ജേക്കബ് കുളങ്ങരയും ശ്രീമതി സിമി നൈനാൻ എന്നിവരാണ്. ഇതിന്റെ പിന്നിൽ വളരെ അധ്വാനവും പരിശ്രമവും ഉണ്ട്. ഈ രണ്ട് വ്യക്തികളോടുമുള്ള നന്ദി സസന്തോഷത്തോടെ അറിയിച്ചുകൊള്ളും. അതുപോലെ ഇന്ന് നമ്മുടെ വിമൻസ് വിങ്ങിന് വേണ്ടിയുള്ള ലോഗോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ രാജീവ് സൈമണാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കുമാരി റിയ മേരി നൈനാൻ, ശ്രേയ എൽസ നൈനാൻ, കുമാരി ഇഷ മെറിൻ ഷിബു, ഈ കുഞ്ഞുങ്ങളോട് വാത്സല്യപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കുടുംബത്തെ കുറിച്ചുള്ള ഒരു പാട്ട് ഇന്ന് ശ്രീമതി LC മാത്യു പാടിയല്ലോ. ശ്രീമതി LC മാത്യു അത് രചിച്ചു, അത് നന്നായി പാടി. ആ ടീം അംഗങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മളെ സുന്ദരമായ ഒരു കവിത കേട്ടല്ലോ. ആ കവിത രചിച്ചിരിക്കുന്നത് ഷീന തോമസ് കുരുടാമണ്ണിലാണ്. അത് ആലപിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ വാനമ്പാടി ഡോക്ടർ ടിൻഡു എലിസബത്ത് രാജീവാണ്.
ഇവർ രണ്ടുപേരോടുള്ള നന്ദി സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ശ്രുതി മധുരമായ ഒരു ഗാനം ഇവിടെ റൂബി ഐക്കാട്ട് പാടി റൂബി ഐക്കാട്ടിനുള്ള നന്ദി ഈ മീറ്റിംഗിൽ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇനി ഇവിടെ പ്രാർത്ഥന നിർവഹിക്കുന്നത് നമ്മുടെ മുൻ വിമൻസ് വിങ്ങിന്റെ മുൻ പ്രസിഡന്റായ ശ്രീമതി സാറമ്മ സൈമണാണ്. ശ്രീമതി സാറാമ്മ സൈമണുള്ള നന്ദി അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആക്റ്റീവായ ശ്രീമതി സാറ എബ്രഹാമാണ്. ട്രഷറർ ശ്രീമതി ഏലുക്കുട്ടി എബ്രഹാമാണ്. ഇവർ രണ്ടുപേരോടുള്ള നന്ദി ഈ മീറ്റിംഗിൽ നന്ദി അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഗസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ ഇതിന്റെ മീറ്റിംഗ് കമ്പയർ ചെയ്തത് ഡോക്ടർ റേച്ചൽ ജോൺ, അതുപോലെ ഡോക്ടർ ടിൻഡു എലിസബത്ത് രാജീവാണ്. ഈ രണ്ടുപേരുമുള്ള നന്ദി വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് വേണ്ട പിന്തുണയും സഹകരണവും നൽകിയ ഓരോ വ്യക്തികളെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗില് വേണ്ട ഇങ്ങനെയൊരു മീറ്റിംഗ് ക്രമീകരിക്കാൻ വളരെയധികം അധ്വാനവും പരിശ്രമവും ആവശ്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും സന്തോഷം വളരെ ആത്മാർത്ഥതയോടെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. താങ്ക് യു ഷീബാൻഡി. ഈ മീറ്റിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വി ബിലീവ് ഇൻ പ്രയർ ആൻഡ് ദ പവർ ഓഫ് പ്രയർ. ഈ മീറ്റിംഗിൽ ഉടനീളം വ്യാപരിച്ച ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സമാപന പ്രാർത്ഥനയ്ക്കായി മിസ്സസ് സാറാമ്മ സൈമണിനെ ക്ഷണിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിലയേറിയ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 40 വർഷമായി കുരുടാമണ്ണിൽ കുടുംബയോഗത്തിന്റെ വിമൻസ് വിങ് ആയി പ്രവർത്തിക്കുവാൻ, ഈ ദേശത്ത് പ്രവർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മാതാക്കൾക്ക് കൊടുത്ത ദീർഘവീക്ഷണത്തിനായി സ്തോത്രം. അതുപോലെ അവർ കാണിച്ചു തന്ന എല്ലാ മാതൃകകൾക്കായും പ്രവർത്തനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് അവരെല്ലാവരും നിത്യതയിൽ വിശ്രമിക്കുന്നു. അവരുടെ ത്യാഗപൂർവമായ സേവനത്തെ ഓർത്ത് ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ കളക്ടർ ഞങ്ങൾക്ക് തന്ന സന്ദേശത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്ന് ഞങ്ങളെ പ്രബോധിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ മകളുടെ പ്രവർത്തനം ഈ ഡിസ്ട്രിക്റ്റിന് ഒരു വലിയ അനുഗ്രഹമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ചിന്തയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ലോക പ്രകാശനത്തിനും അതുപോലെ വീഡിയോ പ്രകാശിപ്പിക്കുന്നതിനും അതുപോലെ നല്ല ഒരു ചിന്ത ഞങ്ങൾക്ക് തന്നതിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകള് അനേകർക്ക് അനുഗ്രഹവും നന്മയുമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. താവേ, ഞങ്ങളുടെ ഈ പാൻഡമിക് ഈ സമയത്ത് ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ആയി ഈ കാര്യങ്ങൾ നടത്തുവാൻ അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അതിന് പിൻപിൽ വളരെ പ്രവർത്തനങ്ങൾ നടത്തിയതാകുന്നല്ലോ കർത്താവെ. അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കായും സ്തോത്രം. എല്ലാവർക്കും കർത്താവെ അതിന് അഡ്വൈസ് ചെയ്യുവാൻ ഒക്കെ തന്ന എല്ലാറ്റിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരെല്ലാം നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്ന് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കായും സ്തോത്രം. അതുപോലെ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഞങ്ങളോടുകൂടെ കടന്നു വന്ന ഈ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കുടുംബമായി ഇവിടെ നിൽക്കുവാൻ അവിടുന്ന് അനുവദിച്ചല്ലോ. ഇനിയും ഏറെ നന്മ ചെയ്യുവാൻ ഈ കുടുംബത്തെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സകല കാര്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും അവിടത്തേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ആൻഡി.
The formal session has come to an end. A recorded version of this meeting will be available in the YouTube later. It will be shared later. തുടക്കത്തിൽ അല്പം സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഈ സമയം വരെയും ഇതിൽ പങ്കുചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. I use this opportunity to thank each one of you for sparing some time to be here with us. This is Elizabeth signing off. Wish you all happy and healthy days ahead. Take care, stay safe.